ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി, അതായത് 2026 ആദ്യത്തെ ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ ഇല്ലേ. 1-ാം തീയതിയൊക്കെയാണ്. അപ്പം എന്തായാലും എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു റൂം ഒന്ന് റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. എനിക്കിങ്ങനെ റൂം ഓർഗനൈസ് ചെയ്യുക, അതുപോലെ ഈ വിരി മാറ്റി വിരിക്കുക, അതുപോലെ നമ്മളെ ഫോണിൽ വാൾപേപ്പർ മാറ്റിയിടുക, അപ്പോഴൊക്കെ ഒരു പുതിയ ഒരു ഫീൽ വരും. അപ്പോൾ എന്തായാലും പുതിയ വർഷനെ കൊണ്ട് അങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടി ഒരു ഫ്രഷ് ഫീൽ ആവുമല്ലോ. അങ്ങനെയല്ലേ പറഞ്ഞേ? ഫ്രഷ് ഫീൽ ആവുമല്ലോ. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ വിചാരിച്ചു റൂമൊന്ന് റെഡിയാക്കാന്നുള്ളത്. പിന്നെ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കില്ലാത്തതിനെ കൊണ്ട് വലിയൊരു ക്ലിയർ ഉണ്ട് എന്നാലും ഇല്ല. പിന്നെ ആണെങ്കിൽ ഈ പറയുന്ന വർത്തമാനങ്ങൾ ഇപ്പം കേട്ട് വയ്ക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ചെയ്യാം, വോയിസ് ഓവറിനെ ഒന്നും കൊടുത്തു നോക്കാം, വോയിസ് ഓവറിനെ അങ്ങ് കൊടുക്കാമെന്നുള്ളത്. പിന്നെ ന്യൂ ഇയർ ആയിട്ട് ഭയങ്കര പ്രൊഡക്റ്റീവ് ആവണം, 1-ാം തീയതി മുതൽ അങ്ങ് സെറ്റ് ആവണം എന്നൊക്കെ വിചാരിച്ച് തലേന്ന് കിടന്നുറങ്ങിയ ഞാനാ. പക്ഷേ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ 1-ാം തീയതിനെ കൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല, ടു ബി ഓണസ്റ്റ്. എന്താ പറയുക, സാധാരണത്തെ പോലെ ഒരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം ആയ സമയത്ത് എനിക്ക് തോന്നി ഇങ്ങനെ വിട്ടാൽ പറ്റൂല, എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചതാണ് ഇതെങ്കിലും ചെയ്യട്ടെ എന്നുള്ളത്. അല്ലാതെ ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇരുന്നു. പിന്നെ ആണെങ്കിൽ ലാസ്റ്റ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് മൈൻഡ് തീരെ ശരിയില്ലായിരുന്നു. എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. കാര്യം എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ ഒരു മൂഡ് ഓഫ്, എന്തോ ഒരു പ്രശ്നം. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, മോട്ടിവേഷനൊന്നും അല്ല, അത് വെറുതെ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ, എന്തായാലും ന്യൂ ഇയറിലൊക്കെ എടുക്കുന്ന സമയത്ത് കുറേ ആളുകളൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമല്ലോ. അതിലിങ്ങനെ 1-2 ആൾക്കാർ പറയുന്നത് കേട്ടു, നമ്മളെ റൂം, നമ്മളെ ചുറ്റുവട്ടം, അതായത് നമ്മളെ പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി നിന്നാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഹാപ്പി ആവും എന്നുള്ളത്. അപ്പം അതും കൂടി കേട്ടപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാം, എന്നാൽ ഒന്ന് ഒരു ഇത് കിട്ടുമായിരിക്കുമല്ലോ എന്ന്. പക്ഷേ സംഭവം സത്യമാട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പിറ്റേന്നാണ്, അതായത് 2-ാം തീയതി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ്. അപ്പോൾ ക്ലാസ് പോകുന്ന സമയത്തും റൂമൊക്കെ നല്ല വൃത്തിയായിട്ടല്ലേ. തിരിച്ച് വന്നപ്പോൾ നല്ല റിലാക്സേഷൻ ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, മൈൻഡ് നല്ല കൂളായിട്ടാണ് കയറി വന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. റൂം അങ്ങനെ വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ. എല്ലപ്പോഴും ഭയങ്കര വൃത്തിയോടായിരിക്കും നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഇതിപ്പം എന്തൊക്കെയോ ഒരു മാറ്റം വരുത്തല്ലോ. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകും പോലെ, അല്ലെങ്കിൽ എൻ്റെ റൂമൊന്ന് പുതിയതായ പോലെയൊക്കെ ഒരു തോന്നൽ. അങ്ങനെ എൻ്റെ റൂം കുറച്ചൊരു കൺജസ്റ്റഡ്, അതായത് റൂമിൽ അത്യാവശ്യം വലുപ്പമുണ്ട്. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ സാധനം ഉള്ളതിനെ കൊണ്ട് ഒക്കെ കൂടി വരുന്ന സമയത്ത് മൊത്തം ഒരു ഇടുങ്ങി പോകും. അപ്പം അത് പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് തീരെ സ്പേസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്ന സമയത്ത്. ഇപ്പം ഏതാണ്ട് നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ സമയത്ത്. പിന്നെ എനിക്ക് ആ മേശ ഒന്ന് ജനലിൻ്റെ അടുത്തേക്ക് വെക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് പകലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഉണ്ടാവുമല്ലോ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇടുങ്ങിപ്പോവും. അപ്പം ഞാൻ വിചാരിച്ച തൽക്കാലം അവിടെ തന്നെ കിടക്കട്ടെ എന്ന്. അപ്പം പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വളരെ ചെറിയൊരു വ്ളോഗ്, ഒരു മിനി വ്ളോഗ് അങ്ങനെ പറയാം നമുക്ക്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.